ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിൽ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുകയാണ്, ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ. ഇവിടെ ശ്രുതി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, അവിടെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാണ് ശ്രുതി എന്ന് പറയുന്നത്. കാത്, കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയിട്ടുള്ള ശ്രുതി മുതലാം തുരകം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ജീവൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, അതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ഇവിടെ ഗുരു അതിനെ കുതിരയോട് ഉപമിച്ചിരിക്കുകയാണ്. കാരണം കുതിര അതിശക്തിയുള്ള ഒരു ജീവിയാണ്. ഇന്ദ്രിയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ശ്രുതി, കാത്, മൂക്ക്, കണ്ണ്, നാക്ക്, ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. പക്ഷേ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ പോകും. ഇപ്പോൾ ഒരു രഥം, ആ രഥത്തിൽ കുതിരകളെ കെട്ടി സഞ്ചരിക്കണമെങ്കിൽ ആ കുതിരകളെ നിയന്ത്രിക്കുന്ന ഒരാൾ ബലവാനല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കുതിരകളെ നിയന്ത്രിക്കുന്നതിൽ അശക്തനാണ് എങ്കിൽ കുതിരകൾ അഞ്ചു വഴിക്ക് പോകും. കൃഷ്ണൻ്റെ കുതിര, തേരും കുതിരയൊക്കെ നമുക്കറിയാം. അത് കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കുന്നത് കൃഷ്ണനാണ്. അപ്പോൾ ഈ കുതിരയ്ക്ക് ശരിക്കുള്ള ട്രെയിനിങ് ഉണ്ടാവണം. ആ ട്രെയിനിങ് ഉള്ള കുതിരയെ വേണം രഥത്തിൽ കെട്ടുവാൻ. നിയന്ത്രണമില്ലാത്ത കുതിരയാണെങ്കിൽ അത് 5 എണ്ണം ഉണ്ടെങ്കിൽ 5 വഴിക്ക് പോകും. അപ്പോൾ ഈ രഥത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി അഗാധമായിട്ടുള്ള ഗർത്തത്തിൽ കൊണ്ട് ചാടിക്കും. അതോടുകൂടി എല്ലാ പണിയും തീരും. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഇന്ദ്രിയങ്ങളെ വീണ്ടും ശക്തിമത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മൊബൈലുകൾ, അതിലൂടെ നമുക്ക് കിട്ടുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം യാതൊരു നിയന്ത്രണവുമില്ല. ഇതിലിരിക്കുന്ന ഈ നിയന്ത്രിക്കേണ്ടുന്ന ആൾ, ഈ രഥത്തെ നിയന്ത്രിക്കേണ്ട ആൾ വേണമല്ലോ. ആ ആള് യാതൊരു ലക്കും ലകാലും ഇല്ലാതെ അഹങ്കാരം കൊണ്ട് ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഈ വ്യക്തി ജീവിതത്തിൽ ഈ ഫാൾസായിട്ടുള്ള ഈഗോ വന്നു കഴിയുമ്പോൾ നമ്മൾ സർവനാശത്തിലേക്കാണ്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും മനസ്സ് ഒരു നിമിഷം കൈവിട്ടു പോയാൽ തീർന്നു. ഒരു ബുള്ളറ്റിൽ അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ അവൻ ജീവൻ ഒടുക്കുകയാണ്. നമുക്ക് എത്ര ടെക്നോളജി വളർന്നാലും, ഇപ്പോൾ AI ഒക്കെ വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള മറ്റു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ, പാകപ്പെടുത്തുവാൻ ഇതൊന്നും സഹായകമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഗുരുവൊക്കെ പറയുന്നു, ഈ പഞ്ചേന്ദ്രിയങ്ങളെ പരിപൂർണമായും നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തണം. അതിനെ നിയന്ത്രിക്കുന്ന ആൾ പക്വതയുള്ളവനായിരിക്കണം. ആ പക്വതയില്ലെങ്കിൽ എല്ലാം തകർന്നടിയും. അങ്ങനെ പക്വതയുടെ അഭാവമാണ് മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും മറ്റു പലതിലേക്കും നമ്മുടെ ഈ മനസ്സിനെ, ഈ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കാണുന്ന കണ്ണിന് യാതൊരു ദണ്ഡവുമില്ല. കണ്ട എൻ പ്രാണൻ വെടിഞ്ഞിടുകിൽ പിന്നെ എന്തിനെല്ലാം എന്ന് ഗുരു പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ പ്രതിമയേഴും കരണപ്രവീണാളും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇന്ദ്രിയങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഈ നിയന്ത്രണമില്ലാത്ത പോക്ക് എപ്പോഴും നമ്മളെ അഗാധമായിട്ടുള്ള പടുകുഴിയിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കുമെന്നുള്ളതാണ്. രഥവും തകരും, അതിനകത്തിരിക്കുന്ന ആളും തകരും ഒക്കെയാണ്. അവിടെ ഞാനെന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്ന ശരിക്കുള്ള നിയന്താവ് അതവിടെ സാക്ഷിയായിട്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ എപ്പോഴും ഈ അറിവ് നമ്മളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ, അത് കൃത്യമായിട്ട് അത് ഗ്രഹിച്ചിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.